ആരാണ് ഇന്ന് ലോകത്തെ ഗ്രേറ്റ് പവേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്? ഇന്ത്യ ഗ്രേറ്റ് പവർ ആണ് ഒരു പ്രകാരത്തിൽ. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് ഈസ് എ സിവിലൈസേഷണൽ കണ്ടന്റ്. അവിടെ എന്താ നടക്കുന്നത്? വീക്കെൻഡ്സിൽ എൻ്റർടൈൻമെൻ്റായിട്ട് പ്ലെയിനുകളിൽ വി ലീവ് ഇറ്റ് ഓപ്പൺ. നമ്മൾക്ക് റഷ്യയുമായിട്ടൊരു ബന്ധം ഉള്ളത് നമ്മുടെ താല്പര്യത്തിനാണ്. അതിന് അവർക്ക് എന്തവകാശമാണ് അത് വേണ്ടെന്നുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രിസ്ക്രിപ്റ്റീവ് പോളിറ്റിക്സ് വരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡോളറുള്ള ഇടപാട് ഒരു വെപ്പണൈസേഷൻ സ്കീം കൂടിയാണ്. ആക്ച്വലി ആ ഡോളറിനെ ആ പൊസിഷനിൽ കൊണ്ടുവന്നത് ഈ ചരിത്രമാണ്, 70 തൊട്ടുള്ള ചരിത്രമാണ്. ട്രംപ് വാസ്തവത്തിൽ ഒരു ഭീരുവാണെന്നുള്ളത് ഇതെല്ലാം കാണിക്കുന്നത്, ചങ്കൂറ്റം കാണിക്കുന്ന ഒന്നാമത് അദ്ദേഹം പ്രസിഡൻ്റാണ്, രണ്ടാമത് അദ്ദേഹം വളരെ ധനികനാണ്. ആരെയും അവിടെ ഒരു നേതൃത്വ തലത്തിലുള്ളവരെ അവർ വധിച്ചതായിട്ടൊരു സ്റ്റോറിയില്ല. അവർ നേരിടും, രാഷ്ട്രീയപരമായിട്ട് അവരെ പരാജയപ്പെടുത്തും, എന്നിട്ട് മുന്നിൽ വരും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഘട്ടത്തിൽ അവരുമായിട്ട് കൈകോർക്കും രാജ്യത്തിൻ്റെ താല്പര്യത്തിനായിട്ട്. അതാണ് ഷിയ രാഷ്ട്രീയത്തിൻ്റെ ഗംഭീരത. ജെ ഡി വാൻസ് നമ്മുടെ മരുമകനാണ്. ഞാനൊരു രഹസ്യം ഞാൻ പറയാം.